കേരളത്തിൽ വിവാദമല്ല, ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു ചായകുടി രംഗം കടന്നു പോകുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ചായ കുടിക്കുകയോ ഇതുപോലെ കേന്ദ്രം ഭരിക്കുന്നവരടുത്ത് ലോഹ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇനി പുറത്തേക്ക് വരാൻ ഒരു കഥയും ഉണ്ടാകില്ലായിരുന്നു. 3 ബില്ലുകൾ, അത് ഈ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന ബില്ലുൾപ്പെടെ ദോശ ചുട്ടെടുക്കും പോലെ ചുട്ടെടുത്തതിന് ശേഷമുള്ള ചായകുടി രംഗത്തിൽ പോയിരുന്ന് പാർലമെന്റിൽ വലിയ തോതിൽ ഡയലോഗ് അടിച്ചതിന് ശേഷം എന്താണ് കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ രാജ്യത്തെ യഥാർത്ഥ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ അതിന് നേർ സാക്ഷ്യം ഇനി മറ്റൊന്നും വേണ്ട. ഈ ദൃശ്യം കണ്ടാൽ മതി. നോക്കിയേ, ഇത്രയും വലിയൊരു ബില്ല് പാസ്സാക്കിയിട്ട് ഇങ്ങനെ പോയിരുന്ന് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അത് തരുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഈ നടത്തിയ പ്രകടനങ്ങളൊക്കെ വെറും ഷോ ഓഫ് ആയിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ? നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ട മനുഷ്യരുടെ അവകാശങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനം പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ ചായ കുടി. ആ ചായ കുടിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുത്തലും വന്നിട്ടില്ലെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അറിയാം, ഈ നാടിൻ്റെ പല തരത്തിലുള്ള ഫണ്ടുകൾ തടഞ്ഞു വയ്ക്കുന്നു, അല്ലെങ്കിൽ ദേശീയപാത ഇടിഞ്ഞു വീഴുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും അത് കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ അവിടെ പോയി ഓരോ മന്ത്രിമാരെ കണ്ട് പൂച്ചൊണ്ട് കൊടുക്കുകയോ ബൊക്കെ കൊടുക്കുകയോ ഒരു സമ്മാനം കൊടുക്കുകയോ ചെയ്ത സന്ദർഭത്തിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും മൗദൂദിക്കാരനും സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് അതിൻ്റെ പേരിൽ രചിച്ച കഥകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളുടെ മുന്നിലേക്ക് അതെടുത്ത് കാട്ടിയതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള അലവലാതിത്തരങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഇന്നിപ്പോൾ ഈ കാഴ്ച സർവ്വസാധാരണമാണ്. ഇതിൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ജനാധിപത്യം. ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ അത് കൂട്ടുകച്ചവടമാണ്. ഇനി നാഷണൽ ഹെറാൾഡ് കേസിൽ മറ്റൊരു തരത്തിലും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ഈ അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെ ഇങ്ങനെ ഒരു ചായ കൂടി ആയപ്പോൾ കോംപ്രമൈസ് ആയി എന്നൊന്നും നമ്മൾ പറഞ്ഞു കളയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ പോയി, ഒന്നും നമ്മൾ പറയാൻ പാടില്ല. ഇവർക്ക് മാത്രമേ പറയാൻ അവകാശമുള്ളൂ. എന്ത് കാര്യത്തിലും നമ്മുടെ മുന്നിലേക്ക് പുതിയ പുതിയ കഥകളും ഇതിവൃത്തം ഉണ്ടാക്കാൻ അവകാശമുള്ളവർ ഇവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച്, ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെയാണ് നേരത്തെ ഭൂമി കുംഭകോണ കേസ് നിങ്ങൾക്കറിയാലോ. ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് 160 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് BJP ആഫീസിൽ എത്തിച്ചത്. ആ 160 കോടി രൂപയെടുത്ത് വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രമാത്രം നന്മ പ്രവർത്തനമായി. പക്ഷേ അത് പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ കോടാനുകോടി രൂപയുണ്ടെങ്കിലും അതൊന്നും സാധാരണക്കാരുടെ കയ്യിലൊന്നും എത്തിച്ചതായിട്ട് ഇതുവരെ അറിയത്തില്ല. ഫോട്ടോഷൂട്ടുകൾക്കും അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്നുള്ള രീതിയിലുള്ള ആരാധനയോടുകൂടി ഇവരെ ആനയിച്ച് കൊണ്ടുവരുന്നവർ ഇവരുടെ മുന്നിൽ കാട്ടുന്ന വിധേയത്വത്തിനപ്പുറം എന്താണ് ഗാന്ധി കുടുംബത്തിന് രാജ്യം ഭരിക്കുന്നവരോടുള്ള സമീപനമെന്ന് നിങ്ങൾ കാണുകയാണ്. ഇതിനെ അവർ വിശദീകരിക്കാൻ പോകുന്നത് ഗാന്ധി കുടുംബം അങ്ങനെയാണ്, എല്ലാവരോടും ആതിഥേയ മര്യാദ കാണിക്കുമെന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ ആർക്ക് പാടില്ല? ഇതൊന്നും ഈ നാട്ടിലെ പിണറായി വിജയന് പാടില്ല. പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒത്തുതീർപ്പാകും. ഇതുവരെ പിണറായി വിജയനെതിരെ കേസ് ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ ആർക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കാൻ പോയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടും കൊടുത്ത് ചോദ്യം ചെയ്യിപ്പിക്കാൻ വിളിക്കുന്നു എന്നറിയുമ്പോൾ പോയിരുന്ന് ചായ കുടിക്കുന്ന സന്ദർഭത്തിൽ NK പ്രേമചന്ദ്രന്റെ ആ ദൃശ്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എന്തൊരു രാജഭക്തിയാണ്. കാര്യം ഒരു രാജാവിനെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വിമ്മിട്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖഭാവം എന്താണെന്ന് അതിൽ നിന്ന് തെളിയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന യഥാർത്ഥ ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും ബാധിച്ച ബില്ലുകൾ പാസാക്കിയ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചായ കുടിക്ക് പോയിരുന്നു. അവരോടൊപ്പം എന്ത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഇവർ പോയിരുന്നത്? അപ്പോൾ പലയിടങ്ങളിലും തോൽക്കുന്നുണ്ടെങ്കിലും രാജ്യസഭയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾക്കപ്പുറം എന്താണ് ഇവർ തമ്മിലുള്ള മാനസിക ബന്ധമെന്നും അല്ലെങ്കിൽ ഐക്യമെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സംവിധാനത്തിനെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് രാവും പകലൊന്നുമില്ലാതെ ചെറുക്കേണ്ടതുണ്ട്. പക്ഷേ ചെറുക്കേണ്ട ഒരാൾ ഇപ്പോൾ ജർമ്മനിയിലാണ്. അദ്ദേഹത്തിന് ഈ ബില്ലൊന്നും എതിർക്കേണ്ട കാര്യമില്ല. ഞാനെങ്ങാനും ഇനി എതിർത്താൽ അളിയന് പ്രശ്നമായാലോ? അളിയന് പ്രശ്നമായി കഴിഞ്ഞാൽ കുടുംബത്തിൽ, അതായത് സഹോദരിക്ക് പ്രശ്നമാണല്ലോ. അളിയന് സ്ത്രീധനം കൊടുത്തിരിക്കുന്ന നമ്മുടെ വയനാട് മണ്ഡലം അത് ചിലപ്പോൾ രാജിവെക്കേണ്ടി വന്നാലോ? അതുകൊണ്ട് ഈ കൂട്ടുകച്ചവടമൊക്കെ ഈ നാടിനോട് സംസാരിക്കാതെ ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന ചായ കൂടിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇന്നലകളിൽ ഇവർ തന്നെയാണ് പല ഫോട്ടോകളും വെച്ചിട്ടുണ്ടാക്കിയ കഥകളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് തിരിച്ച് ഓരോന്നും ആലോചിക്കും. ആ സന്ദർഭത്തിൽ കണ്ടതിനപ്പുറം സ്വീകരിച്ചതിന് ശേഷം മറ്റൊരു ചായ കൂടി ദൃശ്യവും നിങ്ങൾ കണ്ടിട്ടില്ല.
ഇത് കണ്ടില്ലേ, എത്ര സൗഹൃദ അന്തരീക്ഷത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഈ മൗദൂദി, ജമാഅത്ത് ഇസ്ലാമി, ലീഗന്മാരെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം ബാബറി മസ്ജിദിന് പകരം നിർമ്മിച്ചപ്പോൾ അവിടത്തേക്ക് വെള്ളിക്കട്ട കൊടുത്തുവിട്ട ആ മനോഭാവം എന്താണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ ഈ നാടിനോട് തുറന്നു കാട്ടുന്നുണ്ട്. വായിച്ചെടുക്കാൻ കഴിയുന്നവർക്ക് വായിച്ചെടുക്കാം. എല്ലാവരെയും അതിനെ സംബന്ധിച്ച് ബോധിപ്പിക്കാനായുള്ള ശേഷിയോ അല്ലെങ്കിൽ എല്ലാവരെയും ഇതോടെ നന്നാക്കി കളയാമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എന്താണ് ഈ രാജ്യത്ത് ഒരു മാറ്റവും വരാത്തതിൻ്റെ കാരണമെന്നതിൻ്റെ തെളിവ് ഇതൊക്കെയാണ്.